പറഞ്ഞത്. അപ്പം അന്ന് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരൊക്കെ സജീവമായിട്ട് മുജാഹിദിനെ പറ്റി ആക്ഷേപിച്ച് തന്നെ ഉലമാ ആക്ഷേപിക്കുമ്പോഴേ നമുക്ക് ഹത്ത് വെളിവാവുള്ളൂ. ആ സമയത്ത് എടവണ്ണ അലവി മൗലവി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, വലിയ മുജാഹിദാണ്. മൂപ്പര് മഹദിമലൊരു വരിയാട്ട് ഓതി, ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരുടെ കൊടി നീളമത്തീരാവുള്ളോവർ. അപ്പൊ പറഞ്ഞ അല്ല മൗലിയാരെ, ആകാശത്തിന്റെ മേലെയും ഭൂമിയുടെ താഴത്തും വരെ നീളമുള്ള തുണിയാണെങ്കിൽ ഈ തുണി കിട്ടുന്ന തുണിഷാപ്പ് ഏതാന്ന് ചോദിച്ചു. അപ്പൊ തന്നെ പറഞ്ഞു, മൗലവി നിങ്ങൾ വിഷമിക്കണ്ട, വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമിഅ എന്നുള്ള ഖുർആൻ, അതിന്റെ ആ കയറ് എല്ലാവരും മുറുക്കി പിടിച്ചോളിയിരുന്നു. അപ്പൊ ആദം നബി മുതൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറ നടത്തുന്ന അന്ന് വരേണ്ടാണ് മനുഷ്യന്മാർക്ക് പിടിക്കാൻ പറ്റാ നീളമുള്ള കയറില്ലേ, അത് വിൽക്കണ വീടിന്റെ തൊട്ടിപ്പുറത്തെ മുറിയിൽ ഈ തുണി വെക്കേണ്ടത്. അത്ര പ്രഗത്ഭനായിരുന്നു. പക്ഷെ പതിയുടെ കാലം കഴിഞ്ഞു. ആ പതിന്റെ ശൈലിയാണ് മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദ ഹസൻ മുസ്ലിയാർ സ്വീകരിച്ചത്. ഹസൻ മുസ്ലിയാർ ഇതേ രീതിയിൽ തൊടുത്തുവിട്ട മറുപടി പറയാറുണ്ടായിരുന്നു. ഒരവസരത്തിൽ കോഴിക്കോട് ഞാൻ ഓർക്കുന്നുണ്ട്, 1978 ആ മാനാഞ്ചറിന്റെ മറ്റേ കുറ്റിച്ചിറ വെച്ചിട്ടൊരു യോഗം നടക്കുമ്പോൾ ഒരു മൗലവി ചോദിച്ചു, മുസ്ലിയാരെ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് എന്ന് ഹദീസിലുണ്ടല്ലോ, ഇതിനെന്തിനാ നിങ്ങൾ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണ്ടെന്ന് തന്നെ വാശി പിടിക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, മൗലവിയെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് മറച്ചു നോക്കണം, എന്നാലേ സംഗതി കാണുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ലാ തംനഉ നിങ്ങൾ തടയണ്ട, ഞാൻ തന്നെ തടഞ്ഞേണ് എന്നാ മൗലവി പറഞ്ഞു. കാരണം ഉമ്മു മജ്ലിസ് സാരിയ എന്ന സഹബാശ്രീ വന്ന് ചോദിച്ചു, ഒഹിബു സലാത്ത മാക്കിയ റസൂലല്ലാഹ്, നിങ്ങളെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കും നബിയാണ്. നബി ഞങ്ങൾ കൊടുത്ത മറുപടി എന്താ? മുസാരി, നീ ഇപ്പോൾ വീട്ടിൽ പോയി നിസ്കരിച്ചോ, എൻ്റെ കൂടെ മദീന പള്ളി നിസ്കരിച്ചാക്കിട്ട് നിനക്കാൾ കൂലി നീ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിസ്കരിക്കലാണ്. അന്നൊരു ചങ്ങായി ഉള്ളിൻ്റെ ഉള്ളെന്ന് പറയണോ മൗലവിയെ? അപ്പോൾ പറഞ്ഞു, വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് ശരീരത്തെ പഠിച്ചതിന് ഒരുപാട് തെളിവുണ്ട്, ചിന്തിക്കുന്നില്ല എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞ വാക്കാണ്, മൗലവി സാഹിബ് ശരിക്കും ചിന്തിച്ചോ എന്ന് പറഞ്ഞിട്ട് പറയാണ്, പുരുഷനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്, അതിനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. എന്നാ ഭാര്യയാകുന്ന പെണ്ണാകുന്ന ഹവാവിനെ സൃഷ്ടിച്ചതോ മണ്ണുകൊണ്ടല്ല. എന്തേ കാരണം? കുഴച്ച മണ്ണ് തീർന്നതുകൊണ്ടല്ല. സ്ത്രീയുടെ രഹസ്യമാണ്. അതിനൊരു വാരിയെല്ലുകൊണ്ടാണ് പഠിച്ചത്. എല്ലാം എവിടെ ഉണ്ടാവുക? ഇതിന് പറഞ്ഞ പേരാണ് തൊലി. അതിൻ്റെ താഴത്തുള്ളതാണ് ഇറച്ചി, അതിൻ്റെ ഉള്ളിലുള്ളതാണ് എല്ല്. അപ്പൊ പെണ്ണിനെ പഠിച്ചത് ഉള്ളിലുള്ളത് കൊണ്ടാണ്. അപ്പൊ പെണ്ണ് നിസ്കരിക്കേണ്ട പോലെ ഉള്ളിൻ്റെ ഉള്ളിലാണ്. ഇത്ര പറഞ്ഞു വിട്ടിരുന്ന ഹസൻ മുസ്ലിയാർ 1982 ഓഗസ്റ്റ് 14 വഫാത്തായി. 1982 ഓഗസ്റ്റ് 14 വഫാത്തായി. ആ വഫാത്തായപ്പോൾ മുജാഹിദുകൾക്ക് വല്ലാത്ത അഹങ്കാരം കൂടി. ഇനി ആരോടും വാഗ്പ്രയോഗം നടത്താമെന്നൊരു ഹൊങ്കിലൊരു ഇത് വന്നപ്പോൾ അവർ കൊണ്ടോട്ടിയെടുത്ത പുളിക്കൽ വെച്ചിട്ട് വെല്ലുവിളിച്ചു സുന്നികളെ, വാദപ്രയോഗം ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചോണ്ട്. അപ്പം അവിടുത്തെ SOS SSFകാരൻ കൂടി AP ഉസ്താദിന് വിളിച്ചു. അന്ന് ലാൻഡ് ഫോണേ ഉള്ളൂ, മൊബൈലില്ല. ലാൻഡ് തന്നെ കിട്ടണമെങ്കിലോ അത് ഒരുപാട് പണിയുണ്ട്, ആദ്യം ബുക്ക് ചെയ്തിട്ട് വേണം വിളിക്കാൻ. അങ്ങനെ ഇവൾ വിളിച്ച പുസ്തകം ശരി, ഏത് വാക്കുകളും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തു പറഞ്ഞു. അങ്ങനെ വാക്കുകൾ നടത്താൻ തീരുമാനിച്ചു. പക്ഷെ പുളിക്കൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് 83 കൊട്ടപ്പുറം സംവാദം എന്നാണ് നടന്നത്. ആ കൊട്ടപ്പുറം സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഉണ്ട് സംവാദത്തിന്. മറുഭാഗ സുന്നിൻ്റെ ആളുകളും 1-2 ആൾ സ്റ്റേജിലുണ്ടായിരുന്നു. അത് ആദർശം വിചാരിച്ച് വന്നതല്ല. എൻ്റെ നാട്ടിലുള്ള ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ ബർക്കത്തിന് തരാൻ വേണ്ടി കാരക്കൻ്റെ പെട്ടി അയച്ച്. അപ്പം അതിൽ 2 കൂറയുണ്ട്. കൂറ ഹജ്ജിന് പോയതല്ലല്ലോ. ഇതേ നിലയിൽ മറ്റൊരു സിനിമ കയറിയത് ആശയം വിചാരിച്ചിട്ടല്ല, കൂറ കാരക്ക പോലെ കയറി കൂടിയതാണ്. ഏതാവട്ടെ, അന്ന് ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി, അത് മുജാഹിദിൻ്റെ ആളാണ്. മൂപ്പര് അത് ശിർക്കാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സുന്നികളോ ഇവിടെ ശിർക്കല്ല എന്നല്ലേ, പക്ഷെ ഉസ്താദ് അതല്ല പറഞ്ഞു. ഉസ്താദ് ഐറ്റം മാറ്റി ഷിർക്കിന്റെ തഅരീഫ്, നിർവചനം, ക്ലാരിഫിക്കേഷൻ എന്താന്ന് ചോദിച്ചു.
അപ്പം അതെന്താന്ന് ഇയാൾക്ക് പറയാൻ കഴിയില്ല. അതാണ് ഉസ്താദ് അങ്ങനെ ചോദിക്കാൻ കാരണം. ശിർക്ക് അല്ല എന്ന് പറഞ്ഞാൽ ശിർക്കാണ്, അല്ല ആണ്, അല്ല എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞു വരാം. ഇതതിന് പകരം ശിർക്കിന്റെ നിർവചനം എന്താണെന്ന് ചോദിച്ചു. അപ്പം മറുപടി വരാൻ കഴിഞ്ഞില്ല. അപ്പം ഇയാൾ ചോദിച്ചാൽ എന്താന്ന് സ്റ്റേജിൽ. അപ്പോൾ അയാൾ ചെയ്ത് എന്താന്ന് ഇങ്ങനെ തലയോണ്ട് ഇങ്ങനെ വോളിബോൾ കളിച്ചപ്പോൾ പറഞ്ഞു ശരി പറയാതെ വിടൂല, നിങ്ങൾക്ക് അറിയില്ലേ പഠിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇസ്ബാത്തു ശരീകി ബിൽ ഉലൂഹിയ്യതി ബിമഅന വുജൂബിൽ വുജൂദി അബിസ്തിഹഖാഖൽ ഇബാദ എന്ന് പറഞ്ഞു. അപ്പൊ ജനങ്ങൾ തക്ബീർ ചൊല്ലിയ ശബ്ദം കേട്ടിട്ട് മുജാഹിദ് മനസ്സിലാക്കി ഓട്ടത്തിന്റെ നീളം പോലെ ഉണ്ടാവും ആയുസിന്റെ നീളം. അവരങ്ങോട്ട് ഓടിയപ്പോൾ പിറ്റേന്ന് ചന്ദ്രികയിൽ സുന്നികൾ പിന്തിരിഞ്ഞോടി വഹബിയാൻ കഴിഞ്ഞു. ആ ചന്ദ്രിക എപ്പോഴും പോലെ ഞാൻ ഇതിന് മറുപടി തരാൻ വേണ്ടി 83 അന്ന് ഞാൻ മറുപടി പറഞ്ഞത് ബസ്സിൽ പോണ ആള് പറമ്പിൽക്ക് നോക്കിയാൽ തെങ്ങും കേങ്ങൊക്കെ വയ്യോട്ട് ഇങ്ങനെ ഓടണത് കാണാം. ശരിക്കും ഓടിയതാരാന്ന് തിരിഞ്ഞില്ലേ? 83 ചോദിച്ചിന് ഞാൻ. അപ്പം ഇതേ നിലയിൽ ഓടിയ മുജാഹിദ് സുന്നി പിന്തിരിഞ്ഞ് ഓടി തിരിഞ്ഞു പോയതാണ്. 90 ആളുകൾ മുജാഹിദിൽ നിന്ന് രാജിവെച്ചിട്ട് അവർക്ക് ഞങ്ങൾ കൊടിയത്തൂർ തെർബിയത്തിൻ്റെ കീഴിൽ സ്വീകരണം കൊടുത്തിട്ടുണ്ട്. ശരിക്കും ചിന്തിക്കുക, ഹക്ക് തിരിഞ്ഞു അവർക്ക്. അതോടുകൂടി ഇവർ മനസ്സിലാക്കി എപിയും സുന്നികളും തരക്കേടില്ല, പക്ഷേ അവർ ലീഗിൻ്റെ ആളല്ലാത്തതുകൊണ്ട് അവരെ തകർക്കണം. എപിൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തണമെന്ന് തീരുമാനിച്ച് ഇതിൽ മറുലം യുദ്നസ് മിനൽ ലൗമി ഇർദുഹു ഫകുല്ലു റിദാഇൻ യർതദീഹി ജമീലു. ആത്മാഭിമാനത്തിന് ക്ഷതം പറ്റാത്ത കാലത്തോളം ധരിക്കുന്ന വസ്ത്രമെല്ലാം ഭംഗിയുള്ളതാണ്. അറബി കാവ്യാണ്. അപ്പോൾ ഒരാൾ വരുന്നുണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഓ ഇയാള് പറ്റ അണ്ണാച്ചിനേക്കാൾ മോശമാണല്ലോ, അതിനകത്ത് കീറിയ തുണിപ്പാണല്ലോ. അപ്പം നിങ്ങൾ പറഞ്ഞു അതാണെങ്കിലും ശരി, തഹജ്ജുദ് വരെ നിസ്കരിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ വേണ്ട ആൾ ആ തുണി കീറിയതൊക്കെ മറഞ്ഞു പോയില്ലേ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് കേട്ടപ്പോൾ. വേറൊരാൾ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു കുവൈത്തിലെ സുൽത്താനാണല്ലോ വരുന്നത്. എന്ത് സുൽത്താനായിട്ട് എന്താ, പലിശ കടം കൊടുക്കുന്ന ആളല്ലേ. ആ പൊട്ട തുണിൻ്റെ വില കുറഞ്ഞു കണ്ടില്ലേ. ഇത്